2% വോട്ട് മാറിയാൽ എങ്ങനെ ഒരു മുന്നണി ദയനീയമായി തോറ്റുപോകും, അല്ലെങ്കിൽ ഒരു പാർട്ടി ദയനീയമായി തോറ്റുപോകും എന്നതിൻ്റെ ഉദാഹരണമാണ് ഡൽഹി തെരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയേക്കാൾ 2% വോട്ടുകൾ മാത്രമേ BJPക്ക് കൂടുതൽ കിട്ടിയുള്ളൂ. പക്ഷേ ഇരട്ടിയോളം സീറ്റുകൾ കിട്ടി. ഇപ്പോൾ ഞാനിത് ഓർക്കുന്നത്, കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയത് 32% വോട്ടാണ്. അതിൽ ഒരു 2% വോട്ട് മറിഞ്ഞാൽ LDF തവിടുപൊടിയാപ്പോത്തില്ലേ. 2% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 10-40 സീറ്റുകളിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ LDFൻ്റെ സമ്പൂർണ്ണ പതനമുണ്ടാകാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ സർവേ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ നോൺ BJP വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ്, ചാനലാണ്. അവർ പറയുന്നത് 2% വോട്ട് LDFന് നഷ്ടപ്പെടും, BJPയുടെ വോട്ട് ഷെയർ കൂടാൻ പോവുകയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, സിംഗിൾ ലാർജസ്റ്റ് രാഷ്ട്രീയ പാർട്ടി എന്ന പദവിയിലേക്ക് പതുക്കെ BJP കയറി വരികയാണ്. കോൺഗ്രസിനെയും CPMനെയും മറികടന്ന് BJP വളരുകയാണ് എന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. അതെ, അതായത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ സെഫോളജി തിരഞ്ഞെടുപ്പ് ശാസ്ത്രമൊക്കെ കാണുന്നുണ്ടല്ലോ. പ്രണയ് റോയ് ചെയ്ത കാലം മുതൽ ഇന്ത്യ ഡിസൈഡ്സ് എന്ന് പറഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുസ്തകമൊക്കെ ആയി വരുന്നൊക്കെ ഉണ്ടായിരുന്നു. 2% സ്വിംഗ് ഉണ്ടായാൽ അട്ടിമറി നടക്കും എന്നുള്ളത് അത് തെളിയിക്കപ്പെട്ടു. കാര്യമുണ്ട്. അതെ, അതിനു മുമ്പും ഈ സ്വിംഗ് എന്ന് പറയുന്നത് 2% ഒക്കെ മതി, സീറ്റുകൾ കൂടുതൽ കിട്ടാനും ഒക്കെ അത്രയും മതി. അപ്പം ഇപ്പോൾ ഈ മൂഡ് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞാണ് പോള്, MOTN സർവേ. കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ അത് 7% കൂടും എന്ന് പറഞ്ഞ് 27%. 24. 17-ൽ നിന്ന് 24%. 7% എന്ന് പറഞ്ഞാൽ ഭയങ്കര വർധനയാണ്. അതായത് BJP ഇനി 2030-35 കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയുന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരെയൊക്കെ ചാനലിൽ കാണുന്നില്ലേ? അങ്ങനെയല്ലല്ലോ, ത്രിപുരയിൽ നടന്നത് അങ്ങനെയാണ്. അതെ, ടപ്പേന്നല്ലേ ഈ അടിപടലെ മറ്റേ മറയല്ലേ എന്ന് പറയുന്ന പോലെ ഞാൻ 5% ഇൻക്രീസ് ഒക്കെ സംഭവിച്ചാലും കേരളത്തില് കുറെ നിയമസഭാ സീറ്റുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു. 5% ഇൻക്രീസ് കഴിഞ്ഞോണം വന്നില്ല. അപ്പോ പക്ഷെ 11 സീറ്റില് ഒന്നാമതെത്തി. രണ്ടാമതെത്തിയ സീറ്റുകൾ അതിലും കൂടുതലുണ്ട്. ആ 11 സീറ്റ് നോക്കി BJP കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ 2024 17% നിന്ന് 7%. ഇപ്പം ഇവര് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1,25,123 പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സൈസാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. ജനുവരി 2 മുതൽ ഫെബ്രുവരി 9 വരെ ആണ് ഇത് നടന്നിരുന്നത്. അപ്പോൾ ഈ 7% കൂടുന്നത് LDFൻ്റെ ചെലവിലാണ്. LDFൻ്റെ 2% വോട്ട് കുറയാണ്. അപ്പോൾ LDFന് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ BJPയുടെ 24 കിട്ടിക്കഴിഞ്ഞാൽ UDFന് 42% വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ UDFനും കൂടുന്നുണ്ട്. LDFന് 30% ആവും. 32-ൽ നിന്ന് 30 ചുരുങ്ങും. UDFന് 34% ആവും അല്ലേ? UDFന് 42%. LDF UDF തമ്മിൽ വലിയ വ്യത്യാസം വരുന്നു. 12% വ്യത്യാസം വരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം UDFന്റെ ഭരണം ഉറപ്പാണെന്ന് പറയാം. അങ്ങനെയാണ് ഈ പോളിൽ വരുന്നത്. അത് ശരിയാണ്. കാരണം വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ മുഴുവൻ CPM കാലാകാലങ്ങളായി എല്ലാ പ്രീണിപ്പിക്കൽ ശ്രമം നടത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല. മുസ്ലിം വോട്ടുകൾ N ബ്ലോക്കായിട്ട് UDFിലേക്ക് പോയി. അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും, ഇപ്പോൾ SDP ആണെങ്കിലും, വെൽഫെയർ പാർട്ടി ആണെങ്കിലും, ലീഗ് ആണെങ്കിലും, PDP ആണെങ്കിലും എല്ലാവരും വോട്ട് ചെയ്യുന്നത് UDFനാണ്. മുസ്ലിം വോട്ടുകൾ മുഴുവൻ UDFനാണ്. ഇത് സുനിൽ പറയുന്നത് നിയമസഭയിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ ഭരണം എന്നുള്ളതാണല്ലോ. ഇത് LDFന്റെ അവസ്ഥ കഴിഞ്ഞ തവണത്തെ ആയിട്ട് തുടരും. അതായത് ഒരു സീറ്റ്
ആയിട്ട് തുടരും എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്ക് എന്നുള്ള മട്ടിലാണ് ഈ പോള് നടന്നിരിക്കുന്നത്. അതായത് ഈ മറ്റേ സർവേ നടന്നിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ആധാരമാക്കിയിട്ടാണ്. അതായത് ഇപ്പൊ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും LDF ഒരു സീറ്റേ കിട്ടത്തുള്ളൂ. മാത്രമല്ല 2% വോട്ട് കുറയുകയും ചെയ്യുന്നു. 7% BJPക്ക് കൂടുകയും ചെയ്യും. ചിലപ്പോൾ BJPക്ക് ഒരു സീറ്റൂടെ കിട്ടാം. അതാണ് തിരുവനന്തപുരം പോലെയുള്ള ചില സീറ്റുകൾ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പോലെയുള്ള ചില സീറ്റുകൾ കൂടി BJPക്ക് കിട്ടാം. ഇപ്പം മത്സരിച്ച 2 സീറ്റ് കിട്ടുന്നത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇലക്ഷൻ നടന്നാൽ BJPക്ക് 3 സീറ്റുകൾ കിട്ടും പാർലമെന്റിൽ. ആകാം. അതായത് UDFനും LDFനും UDFന് 1% കുറയുന്നത് ലോക്സഭ. അപ്പൊ UDFനും വോട്ട് പോകുന്നുണ്ട്, പോയിട്ട് BJPക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് LDFന്റെ വോട്ടുകൾ ഗണ്യമായ തോതിൽ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 2026 നിയമസഭ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് പറയുമ്പോൾ ഈ സെൻറ്റർ ഫോർ പോളിസി റിസർച്ചിൻ്റെ വിദഗ്ധൻ രാഹുൽ വർമ്മ ഈ മൂഡ് ഓഫ് ദി നേഷൻ സർവേ അത് അനലൈസ് ചെയ്യാൻ വന്നിരുന്ന ആൾ പറയുന്നത്, ലോക്സഭയിൽ കോൺഗ്രസ് നന്നായിട്ട് ചെയ്യാറുണ്ട്, ഇടതുപക്ഷം ഒരിക്കലും, പക്ഷേ ഇടതുപക്ഷം എപ്പോഴും അസംബ്ലിയിൽ നന്നായിട്ട് ചെയ്യും, ഏതാണ്ട് അതുപോലെ തന്നെ വരാം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ LDFനെ ഒരു നല്ല കക്ഷിയായിട്ട് കാണുന്നില്ല നാട്ടുകാർ, വോട്ടർമാർ. അതുകൊണ്ട് അവർ UDFന്റെ കൂടെ നിൽക്കുകയാണ് പതിവ്. നാഷണൽ ലെവലിൽ ഇവരോടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ അനലിസ്റ്റ് മനീഷ പ്രിയ അവിടെ ഒരു പ്രൊഫസറാണ്. അവർ പക്ഷേ സെഫോളജിയിൽ ഒരു വിദഗ്ധയാണ്. എപ്പോഴും അവരെ ചാനൽ ചർച്ചകളിൽ കാണാം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ എപ്പോഴും ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്, മാറുന്നുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അവർ പറയുന്നുണ്ട് ഈ കോൺഗ്രസ് കേഡേഴ്സ് അണികൾ വളരെ ദുർബലമാണ്, ഇടതുപക്ഷത്തിൻ്റെ അണികൾ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഭാവിയെ കേരളത്തിൽ ഇനി UDFന്റെ ഭാവിയെ അത് വല്ലാതെ ബാധിക്കും. ദേശീയ തലത്തിൽ അതൊരു ശക്തി അല്ലാതായി, പ്രാദേശിക കക്ഷി പോലും അല്ലാതായി. എന്നിട്ട് അവർ പറയുകയാണ്, ശൈലജ ടീച്ചറെ ചീഫ് മിനിസ്റ്ററാക്കി മുന്നോട്ട് വെച്ചാൽ കുറെ സ്ത്രീ വോട്ടും OBC വോട്ടും കിട്ടും എന്നവർ പറയുന്നുണ്ട്. അത് മനീഷ പ്രിയത്തിന് പറയാം, പക്ഷെ CPM ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ CPMനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചറെ വിളിക്കണം എന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അതിന് വോട്ടും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ. അല്ലാത്ത നിരയിൽ ഇപ്പോൾ എടുക്കാനായിട്ടൊരു നേതാവ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ BJP നേരത്തെ ഒന്നും ചക്രവാളത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ചക്രവാളത്തിൽ വന്നു. അപ്പോൾ സീ വോട്ടറിൻ്റെ യശ്വന്ത് ദേശ്മുഖ് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, BJPയെ കേരളത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. ഇനി 15 കൊല്ലം മുമ്പ് ഇത് തന്നെയാണ് ത്രിപുരയിൽ സംഭവിച്ചത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് BJPക്ക് ഒന്നും കിട്ടില്ല എന്ന് 15 കൊല്ലം മുമ്പ് നമ്മൾ ഇത്തരം ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. അതുപോലെ പശ്ചിമ ബംഗാളിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ദ ലെഫ്റ്റ് വോട്ട് ഈസ് ഷിഫ്റ്റിംഗ് ടു ദ BJP. ഇടത് പക്ഷത്തിൻ്റെ വോട്ട് BJPയിലേക്ക് പോകുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷമായിരുന്നു കേരളത്തിലെ ഹിന്ദു പാർട്ടി. അതുകൊണ്ടാണ് ഇതുവരെ സംഭവിക്കാതിരുന്ന. ഇപ്പം അത് മാറുകയാണ്. ഇടതുപക്ഷം ഹിന്ദു വിരുദ്ധ പാർട്ടിയായി. അത് ശരിക്കും കഴിഞ്ഞ തവണത്തെ ഈ മുസ്ലിം പ്രീണനമൊക്കെ അതുകൊണ്ട് ഹിന്ദുക്കൾ അതിൽ നിന്ന് പോവുകയാണല്ലോ ചെയ്തത്. ശരിക്കും അതിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു തൃശ്ശൂർ എന്ന് പറയാം. തൃശ്ശൂരിലെ ഈഴവ വോട്ടുകൾ, സ്ത്രീകളുടെ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, ഇതൊക്കെ ആലപ്പുഴയിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ ജയിക്കും എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ
BJP വോട്ടുകൾ. സംഗതി BJPക്ക് അതങ്ങനെയാണ്. വോട്ടുകൾ അങ്ങനെ വിന്നബിലിറ്റി ഉണ്ടായാൽ ആളുകൾ BJP വോട്ട് ചെയ്യും, അല്ലെങ്കിൽ BJPയുടെ ഏറ്റവും വലിയ ശത്രുവിന് എതിരെ വോട്ട് ചെയ്യും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കൂ, ഇപ്പം നമ്മൾ ഈ 11 സീറ്റുകളിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി, 11 മണ്ഡലങ്ങളിൽ. പക്ഷേ ആ 11 മണ്ഡലങ്ങളെ അതേപോലെ നോക്കി നിരന്തരം അവിടെ ഒരു സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുള്ള ആളുകളെ ഫീൽഡ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ BJP വിജയിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളുണ്ട്. ആ 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളും എടുത്തിട്ട് ഇപ്പോഴേ ഒരു ലോങ് ടൈം റൺ എന്ന നിലയിൽ 2 വർഷം ഇനി തെരഞ്ഞെടുപ്പിനുണ്ട്. അതായത് ഇപ്പോൾ ഡൽഹിയിൽ തവണ BJP ചെയ്ത പരിപാടി ചെയ്യണം. അത്തരം ഒരു വർക്ക് ചെയ്താൽ BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പറഞ്ഞ 35 സീറ്റിന് ഏതാണ്ടൊക്കെ അടുത്തെത്താം, 32ൻ്റെ ഒക്കെ അടുത്തൊക്കെ. എന്താണെന്ന് വെച്ചാൽ പർവേഷ് വർമ്മയുടെ കാര്യം, ഈ പർവേഷ് വർമ്മ ജയിച്ചാലും ഞാൻ അത്ഭുതപ്പെടില്ല എന്ന് ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. മറ്റേ BJP ഡൽഹിയിൽ തിരിച്ചു. എന്താണെന്ന് വെച്ചാൽ പർവേഷ് വർമ്മ കുറേ മാസങ്ങളായി ആ മണ്ഡലത്തിൽ. പൊതുവെ ആപ്പാണല്ലോ നേരത്തെ അവിടെ പ്രചാരണം തുടങ്ങിയത്. പർവേഷ് വർമ്മ ശരിക്കും ആ മണ്ഡലത്തിലെ ആൾ പോലുമില്ല, ഔട്ടർ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഡൽഹി കലാപം ഉണ്ടായി, ജിഹാദികൾ അവിടുത്തെ BJP പ്രവർത്തകരെയും ഹിന്ദുക്കളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വന്നതാണ്. അദ്ദേഹം ജാട്ടുകളെയും ഗുജ്ജർമാരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ വന്ന ആൾ അവിടെ കുറ്റിയടിച്ചങ്ങ് നിന്നു. അദ്ദേഹം 2 തവണ ലോക്സഭയിലേക്ക് ജയിച്ചു. അപ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം പരിചിതനാണ്. റെക്കോർഡ് ഭൂരിപക്ഷം. നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അടിയന്തരമായി BJP അതിനുള്ള അത്തരം വർക്കുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ നമുക്കറിയില്ല. നമ്മൾ BJP ആയിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമുള്ള ചാനലൊന്നും അല്ല ആളുകൾ കരുതെന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് കുറച്ച് ആളുകളെ അറിയാമെങ്കിലും BJPയുടെ സംഘടനാപരമായ തീരുമാനങ്ങൾ എന്താണെന്ന് നമുക്ക് നാഷണലിസം പറയുകയാണ്. അപ്പോൾ ഏതായാലും BJPക്ക് ഇതൊരു അസുലഭ സന്ദർഭമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മണ്ഡലങ്ങൾ 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളും 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളും ഫോക്കസ് ചെയ്തുള്ള പ്രവർത്തനം ഓൾറെഡി ചിലപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അവർ അധികം വൈകാതെ ആരംഭിക്കണം എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇന്ത്യ ടുഡേയുടെ ഈ സർവേ. ഈ സർവേയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, ഇത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഈ സർവേയിൽ കാണുന്നത്. 7% കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻക്രീസാണ്. നിയമസഭയിൽ അങ്ങനെ ഉണ്ടാകാം, കാരണം സുരേഷ് ഗോപി വിജയിച്ച് തെളിയിച്ച് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വോട്ടർമാരും മാറിയിരിക്കുന്നു. കേരളത്തിൽ വലിയ വ്യത്യാസം BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈഴവ വോട്ടുകളിൽ വ്യത്യാസം വരണമായിരുന്നു. ഈഴവ വോട്ടുകളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞു. അതാണ് ആലപ്പുഴയും തൃശ്ശൂരും ഒക്കെ. ഇനിയിപ്പോൾ BDJസിനെ വിളിച്ചുകൊണ്ട് കൂട്ടത്തിൽ കൂട്ടാമെന്നായിരിക്കും പിണറായി വിജയൻ അല്ലെങ്കിൽ CPM ആഗ്രഹിക്കുന്നത്. പക്ഷേ BDJസിൻ്റെ പാർട്ടി പോകത്തേ ഉള്ളൂ, അണികൾ പോകില്ല. അത് എല്ലാ സ്ഥലത്തും BJP ചെയ്തിരിക്കുന്നത് സഖ്യകക്ഷികളെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് അവരുടെ വോട്ടും കൂടി പിടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ വോട്ടും ഒക്കെ BJP കൊണ്ടുപോയി കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഓൾട്ടർനേറ്റ് പാർട്ടിയായിട്ട് BJP 24% വരുന്ന ഒറ്റക്കക്ഷിയായിട്ട് മാറുകയാണത്. അതാണ് വ്യത്യാസം. എല്ലാ സഖ്യകക്ഷികളും കൂടിയിട്ട് 30% കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് BJP മാറുകയാണ്. 1ാം കക്ഷി. അത് മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട്. BJPയുടെ 24 എന്ന് പറഞ്ഞാൽ ഇവരെ വെച്ച് നോക്കുമ്പോൾ 48% കൂട്ടണം. കാരണം BJPയിൽ വരുന്ന മഹാഭൂരിപക്ഷവും ഏതാണ്ട് 100% ഹിന്ദുക്കളാണ്. മറ്റവരുടെ 30% എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും കൂടിയിട്ടാണ് 30%. ഹിന്ദുക്കൾ എല്ലാ ജാതിക്കാരും കൂടിയിട്ട് 30% ഹിന്ദുക്കൾ മാത്രമായിട്ടുള്ള 24% വലുത്? അതെ. ആ നിയമസഭയിലൊക്കെ വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കാരണം ജയിക്കുന്ന കക്ഷിയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും. മാത്രമല്ല, നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഭൂപടം എടുക്കുകയാണെങ്കിൽ ഈ കാവ്യ കൊണ്ട് മൂടിയിരിക്കുകയല്ലേ ഈ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ചില പോക്കറ്റുകളിൽ മാത്രമല്ലേ വേറെ നിറം കാണുന്നുള്ളൂ. അപ്പോൾ സുഡാപ്പികൾ, ഇടതുപക്ഷക്കാർ, ലെഫ്റ്റിസ്റ്റുകളൊക്കെ കരയൂ, കേരളം ചാണകം ചവിട്ടും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.